മൈ ബ്യൂട്ടിഫുൾ സോൾസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് ഒരു റിമൈൻഡറാണ് നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കാൻ വേണ്ടി നിങ്ങൾ എപ്പോഴും യൂണിവേഴ്സിൻ്റെ സ്പെഷ്യൽ ചൈൽഡാണ്, യൂണിവേഴ്സിൻ്റെ ഫേവറേറ്റ് ചൈൽഡാണ് നിങ്ങൾ. അതൊരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. ഏത് അവസ്ഥയിൽ കൂടെ പോകുന്ന സമയത്തും എത്ര കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ലൈഫിനെ പറ്റിയിട്ട് നിങ്ങളെ പറ്റി ഉണ്ടെങ്കിൽ പോലും ഈ ഒരു കാര്യം ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. ഇത് നിങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിത് നിങ്ങളോട് പറയാണ്, നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താണ്. ബിക്കോസ് ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്കാണ് ആ ഒരു ചുമതല യൂണിവേഴ്സ് തന്നത്. എന്നെയാണ് യൂണിവേഴ്സ് ഈ ഒരു കാര്യത്തിന് വേണ്ടി ചൂസ് ചെയ്തത്, ഈ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിക്കാൻ. ബിക്കോസ് ഇത് പ്രോബബ്ലി ഈ സമയം നിങ്ങൾ മറന്നു പോയിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ എത്ര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ചൈൽഡാണ്, നിങ്ങൾ എത്ര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സോളാണ്. നിങ്ങളെപ്പോഴും യൂണിവേഴ്സിൻ്റെ ഒരു ഫേവറേറ്റ് ചൈൽഡാണ്. അതെപ്പോഴും ഓരോ സിറ്റുവേഷനിലും നിങ്ങളത് അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. സോ നിങ്ങൾ എത്ര പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എത്ര വീഴാണ്ട് താങ്ങി പിടിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ലൈഫിൽ വേണ്ട ഓരോ എൻകറേജ്മെൻറ്റും തരുന്നുണ്ട്. റൈറ്റ്, മേ ബി ലൈക്ക് പലപ്പോഴും നിങ്ങൾ പല അവസ്ഥയിൽ കൂടെ പോകുന്ന സമയത്ത് അത് കാണാതെ പോകുന്നുണ്ടായിരിക്കണം. ബട്ട് എപ്പോഴും നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഒരു എൻകറേജ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്, സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്, സ്നേഹം ഉണ്ടാവുന്നുണ്ട്, വാത്സല്യം ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങളെ ഒന്ന് റിമൈൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എത്ര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പേഴ്സണാണ്, നിങ്ങൾ എത്ര ഇൻക്രെഡിബിൾ ആയിട്ടാണ് ഓരോ സിറ്റുവേഷൻ നിങ്ങൾ ഓവർകം ചെയ്ത് വന്നിട്ടുള്ളത് അല്ലേ. നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ലൈഫിൽ അച്ചീവ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ തിരിച്ചു വരും. ഈ സമയത്ത് എന്താണോ ലൈഫ് നിങ്ങളെ ചാലഞ്ച് ചെയ്യുന്നത് അത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. എന്തുകൊണ്ടാണ്? ബിക്കോസ് ആ ഒരു കപ്പാസിറ്റി, അതിനുള്ളൊരു സ്ട്രെങ്ത് നിങ്ങളുടെ ഉള്ളിൽ ഓൾറെഡി ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ സാധിക്കും. നിങ്ങൾ പോകുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് യൂണിവേഴ്സിന് യാതൊരു സംശയമുള്ളൊരു കാര്യമല്ല. ഓൾറൈറ്റ്, സോ ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾ വളരെ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള സോളാണ്, ഇൻക്രെഡിബിൾ ആയിട്ടുള്ള പേഴ്സണാണ്, നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേഴ്സണാണ്. സി, നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ അതിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പേഴ്സണാണ്. സി, നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ യൂണിക്നെസ് ആണ് അത്. നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ പാസ്, നിങ്ങൾ പോകേണ്ട വഴി നിങ്ങളുടേതായിട്ടുള്ളൊരു യുണീക്നെസ് ആണ്, നിങ്ങളുടെ യൂണിക് ആയിട്ടുള്ളൊരു ലൈഫാണ്. അവിടെ വേറൊരാളും പോവില്ല. നിങ്ങൾക്കവിടെ നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾ ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായിരിക്കുക? നിങ്ങൾ പോകേണ്ട വഴിയിൽ നിങ്ങൾ പോവാതെ നിങ്ങൾ മറ്റുള്ള ആളുകളുടെ ലൈഫായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുന്നുണ്ടായിരിക്കണം. അവരുടെ പാസ് അല്ലെങ്കിൽ അവരുടെ വഴിയിലേക്ക് നിങ്ങൾ നോക്കി നിൽക്കുന്നുണ്ടായിരിക്കണം അല്ലേ. നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ മറ്റുള്ള ആളുകൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഗൈസ്, നിങ്ങൾക്ക് യൂണിക് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ലൈഫ് പാസ് ഓൾറെഡി യൂണിവേഴ്സ് തന്നിട്ടുണ്ട്. നിങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്യാം. എന്താണോ ഈ സമയം എത്ര എഫേർട്ട് കൊടുത്തിട്ടും വർക്ക് ആവാത്തത്, മേ ബി അത് നിങ്ങളുടെ പാത്തിലുള്ള കാര്യങ്ങൾ ആയിക്കൊള്ളണമെന്നില്ല, മേ ബി നിങ്ങളുടെ പാസ് ആയിക്കൊള്ളണമെന്നില്ല, ഓർ മേ ബി ഇത് റൈറ്റ് ടൈം ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, സോ ഈ ഒരു ലൈഫ് നിങ്ങളടുത്ത് പറയുന്നത് ലൈഫിൽ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടുള്ള ജേർണി ഉണ്ട്, ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. സോ അലോ യുവർ സെൽഫ്, അതിലേക്ക് എത്താൻ, അതിലേക്ക് പോവാൻ നിങ്ങൾ സ്വയം അലോ ചെയ്യാം. ബിക്കോസ് നിങ്ങൾ യൂണിക് ആയിട്ടുള്ള പേഴ്സൺ ആണ്, യൂണിക് ആയിട്ടുള്ള സോളാണ്, യൂണിക് സോൾ പർപ്പസ് ഉള്ള ആളുകളാണ്, യൂണിക് ആയിട്ടുള്ള ലൈഫ് മിഷൻ ഉള്ള ആളുകളാണ്. നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ യൂണിക് ആയിട്ടുള്ള കഴിവുകളൊക്കെ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ചാലഞ്ചും, ലൈഫിലെ ചാലഞ്ചും നിങ്ങൾ വിചാരിക്കുകയാണ് ഓ ഇതുപോലൊരു അവസ്ഥ ഒരാൾക്കും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ യൂണിക്നെസ് ആണ്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ചാലഞ്ച്, അങ്ങനത്തെ ഒരു പ്രശ്നം ലൈഫിലുണ്ടെങ്കിൽ ഗൈസ്, യൂണിവേഴ്സിന് അറിയാം നിങ്ങൾക്കത് സോൾവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഓൾറെഡി നിങ്ങളുടെ ഉള്ളിലുണ്ട്. യൂണിവേഴ്സിന് ആ ഒരു വിശ്വാസമുണ്ട്. നിങ്ങൾ സറൗണ്ടിങ്ങിലുള്ള എല്ലാ പവറിനും ആ ഒരു വിശ്വാസമുണ്ട്. നിങ്ങൾ മാത്രമാണ് ചില സമയത്ത് നിങ്ങൾ വിശ്വസിക്കാതെ പോകുന്നത്. നിങ്ങൾ എത്ര ഇൻക്രെഡിബിൾ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്, നിങ്ങളുടെ ലൈഫ് എത്ര സ്പെഷ്യൽ ആണ്, നിങ്ങൾ എത്ര സേഫ് ആണെന്നുള്ളത് ലൈഫിൻ്റെ പല അവസ്ഥയിൽ കൂടെ പോയ സമയത്ത് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. ഒരിക്കലും ജീവിതം നിങ്ങളെ തളർത്തിയിട്ടുണ്ടാവില്ല. ട്രസ്റ്റ് മീ ഗൈസ്, ഈ വീഡിയോ കാണുന്ന ഒരാളെയും ലൈഫിൽ എന്തൊക്കെ ചലഞ്ച് വന്നോട്ടെ, എത്ര സ്ട്രഗിൾ കൂടെ നിങ്ങൾ പോയിക്കോട്ടെ, നിങ്ങളുടെ ലൈഫ് എപ്പോഴും സേഫ് ആക്കി വെച്ചിട്ടുണ്ടായിരിക്കും. റൈറ്റ്, എന്തെങ്കിലും ഒരു പവർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിറാക്കിൾ പോലെ. റൈറ്റ്, ലൈഫ് എത്ര ഡൗൺ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫ് എപ്പോഴും തന്നുകൊണ്ട് ഇരുന്നിട്ടുണ്ട് അല്ലേ. യെസ് ഓർ നോ കമൻറ്റ് ചെയ്യുക. യെസ് ഓർ നോ,
നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഐ എം എ സ്പെഷ്യൽ ചൈൽഡ് ഓഫ് ദ മദർ യൂണിവേഴ്സ്. ഐ എം ദ സ്പെഷ്യൽ ആൻഡ് ഫേവറേറ്റ് ചൈൽഡ് ഓഫ് യൂണിവേഴ്സ്. കമൻറ്റ് ചെയ്യാം. ഇൻസ്പയർ. മറ്റുള്ള ആളുകൾ നിങ്ങളുടെ കമൻറ്റ് കാണുന്ന ഒരുപാട് ആളുകൾക്ക് ആ ഒരു ഇൻസ്പിറേഷൻ കിട്ടട്ടെ. ഒരുപാട് ആളുകൾക്ക് അത് ഈവൻ അവർ ഇതൊന്നും വിശ്വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും, ഈവൻ അവരിൽ വിശ്വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ 10 ഇതുപോലത്തെ കമൻറ്റ് കാണുന്ന സമയത്ത് 10 പ്രാവശ്യം അവർ കാണുന്ന സമയത്ത് അറിയാണ്ട് അവർ സബ് കോൺഷ്യസ്ലി റീഡ് ചെയ്ത് പോവാണ്. സോ നമ്മൾ സ്വയം ഹെൽപ്പ് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ മറ്റുള്ള ആളുകളെ കൂടെ അറിയാണ്ട് തന്നെ ഇൻസ്പയർ ചെയ്യാണ് അല്ലേ. സോ ലൈഫ് വളരെ സീരിയസ് ആക്കി എടുക്കാതിരിക്കുക ഗൈസ്. ലൈഫ് വളരെ ഫണ്ണായിട്ട് എടുക്കുക. ഫണ്ണായിട്ട് എടുക്കുന്ന സമയത്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. സന്തോഷമായിട്ട് കാര്യങ്ങൾ എടുക്കുക. ഓക്കെ, ഐ ഡോണ്ട് നോ ഈ സമയത്ത് നിങ്ങൾ എന്തവസ്ഥയിൽ കൂടെ പോകുന്നതെന്ന് അറിയില്ല. ബട്ട് ഐ നോ നിങ്ങൾ എന്തോ ഒരു അവസ്ഥയിൽ കൂടെ പോവാണ്. ആൻഡ് ദാറ്റ്സ് എ റീസൺ യൂണിവേഴ്സ് ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ എന്നെ ചൂസ് ചെയ്തത്. നിങ്ങൾ കേൾക്കണം, ഇത് നിങ്ങൾ എത്ര സ്പെഷ്യലാണ്, ഇൻക്രെഡിബിൾ ആണ്, നിങ്ങളെ കൊണ്ട് സാധിക്കും. യെസ്, നിങ്ങളെ കൊണ്ട് സാധിക്കും. ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങൾ എന്താണോ ഇറങ്ങി പുറപ്പെട്ടത് ആ ഒരു ഡെസ്റ്റിനേഷനിലെത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങൾ എന്ത് അവസ്ഥയിൽ കൂടിയാണ് പോകുന്നത്, ആ ഒരു വിഷമം, ആ ഒരു ഘട്ടം തരണം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. ഞാൻ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള മലയാളം വാക്കുകളൊക്കെ യൂസ് ചെയ്യുന്നു. സോ ഓക്കെ, ഐ എം ജസ്റ്റ് ടേക്കിംഗ് വൺ കാർഡ്. ഓക്കെ, ചില സമയത്ത് എനിക്ക് സൈക്കിക് റീഡ് ചെയ്യാൻ എനിക്ക് കാർഡ്സിൻ്റെ ആവശ്യം ഇല്ല. ഓക്കെ, ബിക്കോസ് ഞാൻ നാച്ചുറലി ബൈ ബേർത്ത് എനിക്ക് ആ ഒരു സൈക്കിക് ബ്ലെസ്സിങ് ദൈവം തന്നിട്ടുണ്ട്. ആൻഡ് ദാറ്റ്സ് റീസൺ ഐ ബിക്കം എ സൈക്കിക് ടാരോട്ട് റീഡർ. ഓക്കെ, ഇതെൻ്റെ ജന്മസിദ്ധമായിട്ടുള്ളൊരു കഴിവാണ്. ഇതെൻ്റെ ഒരു യൂണിക് സ്കില്ലാണ് ഗൈസ്. ഇത് ഒരിക്കലും ഞാൻ ഓക്കെ ഇത് പഠിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് പോയതല്ല. ഇതെൻ്റെ ഉള്ളിലുള്ള ഒരു കാര്യമാണ്. ട്രസ്റ്റ് മീ, ലൈക്ക് ഇതെൻ്റെ സോൾ ഓൾറെഡി നമ്മൾ നമ്മുടെ സോളിനെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കി വരുന്ന സമയത്ത് നമുക്ക് ഇതുവരെ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അതിൽ നമ്മൾ വളരെ എക്സ്പേർട്ട് ആയിരിക്കും. റൈറ്റ്? അതുപോലെയാണ് എൻ്റെ സൈക്കിക് ആ ഒരു സ്കിൽ എന്ന് പറയുന്നത്. ആൻഡ് ഞാൻ പോലും വളരെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ലൈക്ക് അത് എങ്ങനെയാണ്, എവിടെ നിന്നാണ് ഞാനിത് എങ്ങനെ പഠിച്ചത് എന്നുള്ളത്. ബിക്കോസ് എൻ്റെ സോൾ ഓൾറെഡി അതിൽ എക്സ്പേർട്ടാണ്. എൻ്റെ സോളിൻ്റെ ഒരു സ്കില്ലാണ് അത്. എൻ്റെ സോളിൻ്റെ ഒരു ബ്ലെസ്സിങ് ആണ് അത്. സോ നമ്മൾ കൂടുതൽ ഡിസ്കവർ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. ജാനകി അമ്മ പാട്ട് പഠിക്കാണ്ടാണ് ഇത്രയും സ്വരങ്ങളൊക്കെ പാടുന്നത് അല്ലെ, ഇത്രയും ടഫായിട്ടുള്ള പാട്ടുകളൊക്കെ പാടുന്നത്. ലൈക്ക് ദാറ്റ്. ബിക്കോസ് എന്തായിരിക്കാം, ഡെഫിനറ്റ്ലി ആ ഒരു സോളിന് ആ ഒരു അറിവുണ്ട് അല്ലേ, ഒരു പാസ്റ്റ് ഉണ്ട്. അതല്ലാണ്ട് ഒരു കാര്യം നമ്മൾ അങ്ങനെ പഠിക്കില്ല. സോ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു നിങ്ങളുടേതായിട്ടുള്ളൊരു യൂണിക്നെസ് ഉണ്ട് എന്നുള്ളത് അല്ലേ. നിങ്ങളുടെ സോളിന് ഒരുപാട് കാര്യങ്ങളുണ്ട്, യൂണിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈവൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് താല്പര്യം തോന്നുന്ന ചില കാര്യങ്ങൾ വേറെ ആളുകളൊക്കെ ചെയ്യുന്നതായിട്ട് തോന്നിയാലും നിങ്ങളുടേതായിട്ടുള്ളൊരു യൂണിക്നെസ് ഉണ്ട് ആ ഒരു കാര്യത്തിൽ. ഓക്കെ, സോ നിങ്ങൾ വളരെ സങ്കടപ്പെട്ട് വളരെ ആലോചിച്ച് നിങ്ങളുടെ ടൈം, എഫേർട്ട്, എനർജി എന്തിനോ ആർക്കോ വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കുന്നതിന് പകരം ഒന്ന് നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യും. ഓരോ ബ്രേക്ക് ത്രൂ സിറ്റുവേഷനും ഓരോ പെയിൻഫുൾ സിറ്റുവേഷനും ഗൈസ്, എല്ലാ മാറ്റവും നമ്മളെ കൂടുതൽ ഇങ്ങനെ ഡിസ്കവർ ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഓരോ ലെയറിലും ഓരോരോ സർപ്രൈസ് നമ്മളെ പറ്റിയിട്ടുണ്ടായിരിക്കണം. നമ്മുടെ ഓരോ യൂണിക് നേച്ചർ, ഓരോ യൂണിക് ടാലൻസ്, നമ്മുടെ പേർപ്പസ്, ഒരുപാട് കാര്യങ്ങൾ അവിടെ ഹിഡൻ ആണ്. സോ നിങ്ങൾ കൂടുതൽ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാം. നിങ്ങളുടെ സ്പെഷ്യൽ മിഷൻ എന്താണ്, നിങ്ങളുടെ പേർപ്പസ് എന്താണ്, എന്തിനാണ് നിങ്ങളുടെ ഓരോരുത്തർക്കും ഓരോരോ ലക്ഷ്യം ഉണ്ടാവും അല്ലേ. സോ ആ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ നിങ്ങളുടെ വഴിയിലൂടെ പോകണം. റൈറ്റ്? അവിടെ നിങ്ങൾ പേടിച്ച് നിൽക്കാൻ പാടില്ല. മേ ബി ഈ ഒരു സമയത്ത് ഓക്കെ നിങ്ങൾക്കൊരു ഡെസ്റ്റിനേഷൻ അവിടെ ഉണ്ട്. മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾ വലിയൊരു നദി കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. നിങ്ങൾക്ക് പേടിയാണ് ഈ നദി നിങ്ങൾ എങ്ങനെ ക്രോസ് ചെയ്ത് പോവും, ഇത് നിങ്ങളെ കൊണ്ട് പറ്റില്ല, ഓർ ഇത് വളരെ ടഫാണ്, ഇത് ഇമ്പോസിബിൾ ആണ് എന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് നിങ്ങൾ അവിടെ പാതി വഴിക്ക് നിൽക്കുകയാണ്. റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് നിങ്ങൾക്ക് എത്ര സമയം വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കാം. ബട്ട് അങ്ങനെ ഒരു നദി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ട്രഗിൾ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ലൈഫ് നിങ്ങൾക്ക് മുന്നിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിനടുത്തൊരു വഞ്ചിയെങ്കിലും വെക്കും യൂണിവേഴ്സ്. ഒരു ചങ്ങാടമെങ്കിലും വെച്ചിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളത് നോക്കിയോ, നിങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കിയോ, നിങ്ങൾ അതെവിടെയാന്ന് നോക്കാൻ ശ്രമിച്ചോ?
ഞാൻ പറയുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ലൈഫിൽ ഒരു പ്രശ്നം തന്നിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് അതിനുള്ളൊരു സൊല്യൂഷൻ കൂടെ അവിടെ വെച്ചിട്ടുണ്ട്. അതല്ലാണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് ആരെങ്കിലും നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ വന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കാതെ അതെന്താണ് എന്നുള്ളത് കണ്ടുപിടിച്ച് സ്വയം മുന്നോട്ട് പോവാ. ലൈഫിൽ ഓരോ സിറ്റുവേഷനും അങ്ങനെയാണ്. അത് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അതിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ട്. ഇത് മാത്സിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ തരുന്നത് പോലെയാണ്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിനുള്ള ആൻസറും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. വി നീഡ് ടു ഫൈൻഡ് ഇറ്റ്. ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ് അല്ലേ? ഓക്കെ, സോ എന്താണ് നിങ്ങൾ കേൾക്കേണ്ടത്? എന്ത് മെസ്സേജാണ് നിങ്ങൾ കേൾക്കേണ്ടത്? വോട്ട് ഈസ് ബാലൻസ് ചെയ്യാം. ഓക്കെ, ബാലൻസ്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസ്, ലൈഫ് ബാലൻസ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. ഒരിക്കലും നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ മേ ബി ലൈക്ക് ഈ സമയം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നിങ്ങൾ വളരെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. നോ ഗൈസ്, നോ. ഈ ഒരു സിറ്റുവേഷൻ ഒരിക്കലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൈം എടുക്കാം, സമയമെടുത്ത് സമാധാനമായിട്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾ റഷ് ചെയ്യണ്ട, പേടിക്കണ്ട. ഓക്കെ, ഇഷ്ടം പോലെ സമയം എടുത്തോളൂ. ബട്ട് അത്രയും സമയം എടുക്കുന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന ആക്ഷൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം. ചെറിയ ചെറിയ സ്റ്റെപ്പ് പോലും മാറ്റർ ആണ്. ഡെയിലി നമുക്ക് വലിയ സ്റ്റെപ്പ്, അല്ലെങ്കിൽ ഡെയിലി നമുക്ക് ഒരു 100 സ്റ്റെപ്പ് എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ? അത് മതി. ബട്ട് വെറുതെ ഇരിക്കരുത്. ഓക്കെ, റിലേറ്റ് ചെയ്യാം. എന്താണോ ഞാനിങ്ങനെ പറയുന്നത് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓക്കെ, സോ എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു ഗൈഡൻസ്? യൂണിവേഴ്സിൻ്റെ സ്പെഷ്യൽ പേഴ്സണ്, സ്പെഷ്യൽ ചൈൽഡിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? Claim it. Okay, if you think you are the special child of the Mother Universe. Can I show this? ഞാൻ ശരിക്കും കാണിക്കട്ടെ ഇത്. See, guys, you guys are worth for this. Okay, റൊമാൻസ്, റിലേഷൻഷിപ്പ്. നിങ്ങൾ ഈ സമയം റിലേഷൻഷിപ്പ് കൊണ്ടാണ് സ്ട്രഗിൾ ചെയ്യുന്നതെങ്കിൽ, റിലേഷൻഷിപ്പാണ് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ, റിലേഷൻഷിപ്പിൻ്റെ ഒരു ഇമോഷണൽ സിറ്റുവേഷനാണ് നിങ്ങളെ വല്ലാണ്ട് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ, എങ്ങനെ ഇങ്ങനത്തെ ഒരു പ്ലേസ്, ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു പേഴ്സൺ, ഈ ഒരു ഇമോഷൻ ഡീൽ ചെയ്യണമെന്ന് അറിയാണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൈസ്, ട്രസ്റ്റഡ് ഗൈസ്, ഈ ഒരു കാര്യം നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ ഒരു കാര്യം ലൈഫിൽ ഓൾറെഡി നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഗൈസ്, ട്രസ്റ്റ് മൈ വേർഡ്. ഈ കാര്യം നിങ്ങൾ എന്താണോ ഇതിൽ കാണുന്നത്, ഈ പിക്ചറിൽ എന്താണോ കാണുന്നത്, മ്യൂച്വൽ ഫീലിങ്സ്, അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്, നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കത് ഉണ്ടാവും. ഓക്കെ, ബട്ട് ഈ സമയം നിങ്ങളത് ഡെസ്പറേറ്റ് ആയിട്ട് അതിൻ്റെ പിറകെ പോവാതിരിക്കാം. ഈ സമയം നിങ്ങൾ കാമായിട്ടിരിക്കേണ്ട ഒരു പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാമായിട്ടിരിക്കുക, സിറ്റുവേഷൻ ട്രസ്റ്റ് ചെയ്യുക. ഓൾറൈറ്റ്, സോ ചിലത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് വരും. ഓക്കെ, മേ ബി എക്സ്റ്റേണൽ സിറ്റുവേഷൻ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടായിരിക്കണം, നിങ്ങൾക്ക് സ്റ്റക്കായിട്ട് തോന്നുന്നുണ്ടായിരിക്കണം, അവർ നിങ്ങളെ ട്രാപ്ഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കണം. നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ഡിസിഷൻ എടുക്കണം, എങ്ങനെ മൂവ് ഓൺ ചെയ്യണം, എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് അറിയുന്നുണ്ടാവില്ല. ബട്ട് നിങ്ങൾ എന്താണോ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്, ഒരു ജെന്യൂൻ ഫീലിങ്സ് അവിടെ ഉണ്ടാവുന്നുണ്ട്. അത് മാത്രം നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ഈവൻ ആളുകളിലെ മാറ്റങ്ങളോ സിറ്റുവേഷനിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളോ നിങ്ങൾ ബോദർ ചെയ്യേണ്ട ഒരു കാര്യമല്ല. നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു ഫീലിങ്സ് മാത്രമേ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ആൻഡ് നിങ്ങളെ ഈ ഒരു സമയത്ത് ടേക്ക് കെയർ ചെയ്യുക. ഒരാളും വന്ന് നോക്കും, സഹായിക്കും, മനസ്സിലാക്കിക്കോളും എന്നുള്ളത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ പ്രയാസം, നിങ്ങളുടെ ഇമോഷൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ സ്വയം മനസ്സിലാക്കി നിങ്ങളെ സ്വയം ഹെൽപ്പ് ചെയ്യുക. ലൈഫിൻ്റെ ആ ഒരു ഫ്ലോയിൽ നിങ്ങൾ പോവാം. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. സോ എല്ലാവരും ഒരു ഡീപ്പ് ബ്രെത്ത് ഒക്കെ എടുത്ത് വളരെ സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങാം. ഗുഡ് നൈറ്റ് ഗൈസ്.